നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ? വെള്ളിയാഴ്ച ദിവസത്തെ മാധ്യമം പത്രമാണ്. ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ മുഴുവൻ ഭാഗവും രണ്ട് വ്യക്തികളുടെ ഫോട്ടോ ആണ്. നമുക്കൊക്കെ അറിയുന്ന ആളുകളുടെ ഫോട്ടോ ആണ്. ഒന്ന് മൻമോഹൻ സിംഗ് ആണ്, രണ്ട് നമ്മുടെ MT ആണ്. 10 വർഷക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഭരിച്ച ഒരാളാണ് നമ്മുടെ മൻമോഹൻ സിംഗ്. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു വലിയ എഴുത്തുകാരനാണ്. പല എഴുത്തുകാരനെയും ഇൻസ്പിറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് MT എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫോട്ടോ ഏത് പേജിലാണ് വരിക? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. രണ്ട് വ്യക്തികൾ മരിച്ചപ്പം അവരുടെ ഫോട്ടോ മുഴുവൻ എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് സൈഡിലാണ് വന്നത്. നമ്മളൊക്കെ മരിച്ചാലോ അല്ലേ, പത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ചരമകോളത്ത് അടിയിലോ ഒരു സൈഡിലോ ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാകും, ചിലപ്പോൾ കൊടുത്തില്ല തന്നെ വരും. പക്ഷെ ചിലപ്പോൾ നമ്മൾ മരിച്ചു, ഭാര്യ ഇന്നയാൾ, മക്കൾ 2-3 മക്കൾ, മരുമക്കൾ ഇത്ര. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം വൈകിട്ട് കബറടക്കം 4 മണിക്ക്. ഇങ്ങനെയല്ല ഉണ്ടാവാറുള്ളത്. നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എത്ര അവർക്ക് കിട്ടുന്ന അതേ മണിക്കൂർ നമുക്കും 24 മണിക്കൂറാണ് കിട്ടുന്നത്, അവർക്കും 24 മണിക്കൂറാണ് കിട്ടുന്നത്. പക്ഷേ അവരെ പിന്നെയും കാലങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും ഓർക്കപ്പെടുന്ന ഒരു കുറഞ്ഞ കാലം, ആ കാലം കൊണ്ട് അവർ ഓർക്കപ്പെടുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അവർ യാത്ര ചെയ്യായത്. നമ്മളൊക്കെ മരിച്ചാൽ നമ്മളെത്ര ഓർക്കുക? വളരെ കുറഞ്ഞ കാലം, കുറച്ചൊക്കെ കാലം ഓർത്ത് പിന്നെ ആരും ഒരു 50 വർഷം കഴിഞ്ഞാൽ ഒരാളും ഓർക്കപ്പെടാത്ത ഒരു ലോകത്തോട്ടാണ് പിന്നെ നമ്മൾ പോവുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ലൈഫ് നമ്മൾ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അതായത് ഞാനൊരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറി ഞാൻ പറയാം, ഈ ഒരു ഇതിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലയാർ എന്നാണ്. അദ്ദേഹം ഒരുപാട് പേരെ ജീവിതത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ച് ഇനി എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറയുന്നവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹം. ഒരു സൈക്കാട്രിസ്റ്റാണ്. അങ്ങനെ അവസാനം അയാളും ആത്മഹത്യ ചെയ്യാൻ പോവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൈക്കാട്രിസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അങ്ങനെ അദ്ദേഹം ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി എല്ലാവരോടും പറഞ്ഞു, ലൈവ് ടെലികാസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് ആ ബിൽഡിങ്ങിൽ പണിയെടുക്കുന്ന ഒരു സാധാരണ തൂപ്പുകാരൻ അദ്ദേഹം വന്ന്, അദ്ദേഹത്തിന് വലിയ അറിവൊന്നുമില്ല, അദ്ദേഹം പറയാണ്, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? നിങ്ങളെന്താണ് ഇങ്ങനെ വലിയ ഇൻസ്പിറേഷൻ ചെയ്യുന്ന വാക്കുകളൊന്നും വരുത്തിയിട്ട് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊന്നല്ല പറഞ്ഞത്. അപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് തിരിച്ചു ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്നെ ഇങ്ങനെ, ഞാൻ നിങ്ങൾ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ എന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറഞ്ഞൊരു ചെറിയ മറുപടിയുണ്ട്. വളരെ പ്രസക്തമാണ് ആ മറുപടി. നിങ്ങളുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു, പക്ഷെ ഞാൻ അവിടെ ഒരു കോമ, ആ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം ഒരു കോമ ഇട്ടാലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എത്ര മനോഹരമാണ് ആ ഒരു കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. നമ്മളൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് വിചാരിച്ച്, അതായത് ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ലൈഫിനി വേണ്ട, എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായിട്ട് ഒരു മൊമെൻ്റാണ്. ആര് പറഞ്ഞാലും കേൾക്കാത്ത ആ ഒരു മൊമെൻ്റത്തിൽ ഈ ഒരു ചെറിയ വാക്ക് നമുക്കൊക്കെ വേണമെങ്കിൽ ആളുകളെ കോമയിലാക്കാം. പക്ഷെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുത്താൽ മതി, ലൈഫ് റെഡിയാവും. അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കൊക്കെ ഒരു ഇതുണ്ടാവും, നമ്മളാരും ബഹുമാനിക്കുന്നില്ല, നമ്മളാരും കൈകാര്യം ചെയ്യുന്നില്ല, നമുക്കൊരു സ്നേഹം കിട്ടുന്നില്ല, ഫാമിലിയിൽ നമുക്കൊരു വിലയില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലരുണ്ടാവും, ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കഴിഞ്ഞ് ബിസിനസ് പൊട്ടി, ഫാമിലിയിലൊരു വിലയില്ല, നാട്ടുകാരുടെ ഒരു ബഹുമാനവും ഇല്ല, എന്നിട്ട് ആത്മഹത്യ ചെയ്യോ? അതുമില്ല, കാരണം ഇസ്ലാമികമായിട്ട് തെറ്റാണ്. ഒരു ആവശ്യമില്ല, അതങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെന്താ ചെയ്യുക? നമുക്കൊരു ഭയങ്കര ഇതായിരിക്കും, എന്തിനാ ജീവിക്കണമെന്ന് തന്നെ നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മേഖലയൊക്കെയായിരിക്കും നമ്മൾ പോവുക. നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? സ്റ്റേ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആ വഴി തെറ്റി പോകുന്നത്, അവിടെ എന്താക്കുക, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളെ എവിടെ മുതലാണ് നമ്മളെ ആൾക്കാർ
നമ്മളെ കേൾക്കാതിരുന്നത്. അങ്ങോട്ട് പോവുക, നമ്മളൊരു സ്പെസിഫിക് ഒരു ഡിസിപ്ലിൻ എടുക്കുക. ഇന്ന് മുതൽ ഞാൻ ചെയ്യാൻ പോകും. എനിക്ക് ഇപ്പം നിങ്ങളൊക്കെ ഒരു ഡോക്ടർ ആവാൻ, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആവാൻ പോവാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേഖല. ഇപ്പം നമ്മളൊരു സ്പെസിഫിക് ടാർഗറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാമിലിയിലുള്ളവരൊക്കെ ഒന്ന് പറയും, ഈ ആർട്സിന് ഭയങ്കര സീറ്റാണ്, അല്ലെങ്കിൽ ആർട്സിന് ഭയങ്കര കൂടുതൽ സാധ്യതകളുണ്ട്, അപ്പം നിങ്ങൾ അത് നോക്കിക്കൂടെ? അത് നോക്കാനല്ലടോ നമ്മൾ വന്നത്. നമ്മളൊരു സ്പെസിഫിക് ടാർഗറ്റ് എടുത്തിട്ട് ആ ഒരു ഫോക്കസ്, ആ ഒരു ഡിസിപ്ലിന് നമ്മളെന്താക്കുക, ഫോക്കസ് ചെയ്ത് നിൽക്കുക. ബാക്കിയുള്ളവർ പലതും പറയും, എന്തും പറയും. ബാക്കിയുള്ളവർ പറയണത് കേൾക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വന്നത്? അല്ലല്ലോ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റിൽ നമ്മളെത്തും. ആ ടാർഗറ്റ് എത്തുന്നത് വരെ പല ആളുകളും നമ്മളെ പിടിച്ചിടാണ്ടാവും. ഈ പ്രകൃതി തന്നെ അങ്ങനെയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഈ പ്രകൃതി തന്നെ പറയുന്നത് എന്താണ്, നമ്മളെ സൈഡിൽ നിന്നൊക്കെ ഒരു പേശികൾ വലിക്കുന്നത് പോലെ അത് ചെയ്യേണ്ടടാ, ഇത് ചെയ്യേണ്ടടാ. ചിലപ്പോൾ നമ്മളെ മനസ്സ് പോലും എന്താ ഒഴിക്കും, എല്ലാവരും പറയുന്നുണ്ട്, അത് ഞാനും ചെയ്തു നോക്കണോ, അങ്ങനെ ഒരു തോന്നല. ആ ഒരു തോന്നലിൽ നമ്മൾ എടുക്കേണ്ട കാര്യം എന്താ അറിയോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ ഒരു ടാർഗറ്റ് എടുത്തിട്ട് അവിടെ അങ്ങ് നിൽക്കുക. ആരെന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കാൻ പോകുന്നില്ല, നമ്മൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വേറെ ആരെ കൊണ്ട് അത് ചെയ്യാനും പറ്റില്ല, എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അങ്ങനെ നിങ്ങളൊരു ടാർഗറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയം കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കാം. അത്രയും ഒരു ഉറപ്പുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പടച്ചോൻ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നത് എന്തിനറിയോ, ഒരാൾ ചെയ്യാൻ വിചാരിച്ച കാര്യം വേറൊരാൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റൂല. അതൊരു സത്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിനെ കൊണ്ട് പടച്ചോൻ ചെയ്ത് തീർപ്പിക്കാൻ വിചാരിച്ചാൽ പിന്നെ അദ്ദേഹം പോരെ, നമ്മളാവശ്യമില്ലല്ലോ. നമ്മളെ പിന്നെന്തിനാ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചു വിട്ടത്? അപ്പം നമ്മൾ ചിന്തിക്കണം, പടച്ചോൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അവസരം തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? കഴിവും തന്നിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഈ അവസരം അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതിലെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ നമ്മളാരും എന്താവില്ല, ആദ്യം തന്നെ അറിയൂല. അപ്പം നമ്മളെന്താ ചെയ്യുക, നമ്മളൊന്ന് അറിയണമല്ലോ. എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് മോട്ടിവേഷൻ പറയാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ പറയാൻ ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇപ്പം നമ്മൾക്ക് ഫാമിലിയിലൊരു പരിപാടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഞാനൊക്കെ വീട്ടിലെ രണ്ടാമത്തെ ആളാണ്. എൻ്റെ മുകളിലൊരു ജ്യേഷ്ഠനുണ്ട്, അടിയിലൊരു അനിയനുണ്ട്. അപ്പോൾ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഏട്ടന്മാരോടായിരിക്കും നമ്മുടെ ഉപ്പൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മളെ അനിയന്മാർക്ക് പിന്നെ അത്ര ഒന്നും ഇല്ലെങ്കിലും നമ്മളൊരു നടുവിലായതുകൊണ്ട് ആർക്കൊരു വില ഇല്ലാത്ത ഒരു പോലെ തന്നെ ഉണ്ടാവുക. അപ്പം നമ്മളൊരു ആശയം പറയുമ്പോഴൊക്കെ ചിന്തിക്കുക, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളായിരിക്കുമല്ലേ വിളിക്കുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഈ അവസരം, നമുക്ക് കഴിവുണ്ട് പക്ഷെ അവസരം ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മളെന്താ, ചില ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയാൽ എന്തെങ്കിലും വേണോ, തൈര് വേണോ, അങ്ങനെ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ഇതങ്ങനെ സാധനമൊക്കെ മെല്ലെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു ആളാവുന്ന പോലെ ഒരു ഇതുണ്ടാവും. അത് ആളാവലല്ല, അതാ അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റിയാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണം, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി. അതുപോലെ നമ്മളെന്താക്കുക, കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി നമ്മളെന്താണോ ചെയ്യാൻ പോകുന്നത് അതുപോലെ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി, അത് കുഴപ്പമില്ലല്ലോ, നല്ല പരിപാടിയാണല്ലോ, അങ്ങനെ നമ്മൾ ചെയ്യുക. പക്ഷെ അപ്പോൾ ആളുകൾ പറയും, അത് നോക്കടാ ഓൻ ചെയ്യുന്ന നോക്കിയാ, അതെന്താ ഓൻ അങ്ങനെ ചെയ്യണത്? കളിയാക്കാനും ഉണ്ടാവും, പ്രോത്സാഹിപ്പിക്കാനും ആളുണ്ടാവും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ, ഞാൻ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയും കൂടി, ഒരു ചെറിയ കഥ അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു തവള ഉണ്ട്, നമ്മളൊക്കെ പറയാറുണ്ട് പൊട്ടക്കിണറ്റിലെ തവള, എന്ത് ചെയ്താലും എന്താവില്ല, അറിയില്ല എന്ന് പറയാറുണ്ട്. ഇതാ പൊട്ടക്കിണറ്റിലെ തവള അല്ല, വേറൊരു തവളനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തവള ഒരു കുഴി തന്നെയാണ്. ഈ കുഴിയിൽ നിന്ന് എങ്ങനെയെങ്കിലും മുകളിലെത്തണം. ഒറ്റൊരു വടിയുണ്ട്, പക്ഷേ പല തവളകളും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, കയറാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു തവള പലവട്ടം ശ്രമിച്ചു നോക്കി, പലവട്ടം വീകുന്നു, വീണ്ടും കയറുന്നു. അങ്ങനെ അവസാനം ഇതിൻ്റെ മുകളിലെത്തി. അപ്പോൾ എല്ലാവരും കൈ പൊട്ടി പ്രോത്സാഹിപ്പിക്കുകയാണ് തവളനെ. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ തവളക്ക് ചെവി കേൾക്കാറില്ലായിരുന്നു. അപ്പോൾ തവള വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കളിയാക്കുന്നതും അതുപോലെ തന്നെ ഇവർ കൈയടിക്കുന്നതൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അപ്പോൾ തവള കയറിയത് എന്തുകൊണ്ടല്ല, ബാക്കിയുള്ളവരെന്ത് പറയും
എന്ന് വിചാരിച്ചിട്ട് കയറിയതല്ല. തവള വിചാരിക്കുന്നത് എന്നെ ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ്. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാൽ നമ്മൾ കേൾക്കണ്ട. നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, ആ ടാർഗറ്റിലേക്ക് നമ്മൾ ഇടിച്ച് കയറും. അത്രയും നമ്മളൊരു ഉറപ്പുണ്ടാകുമ്പോൾ കയറുമ്പം നമ്മുടെ ജീവിതത്തിൽ എന്താവണം, ഒരു കൈതയാവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കൈതയായിട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ചെവി കേൾക്കാത്ത തവളയായി ജീവിക്കുക. എന്നിട്ടൊരു നമുക്കെന്താ അങ്ങനെയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പത്രത്തിൻ്റെ ഒരു 2-മത്തെയോ അല്ലെങ്കിൽ ഒരു 3-മത്തെ പേജിൻ്റെയൊക്കെ നമുക്ക് വരാൻ പറ്റും. കാരണം ഈ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് ഒരു ഊർജം വന്നതിൽ ഒരു 3 ദിവസമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ലൈഫിൽ എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുകയാണെന്ന് വിചാരിച്ചോ, ഉദാഹരണത്തിന് ആ ഒരു ഗെയിമിൻ്റെ ലെവൽ നിങ്ങൾ നോക്കി നോക്ക്. എപ്പോഴും ഒരേ ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ, ടാസ്ക് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ ഗെയിമിനെന്ത് രസമാണുള്ളത്. അതേപോലെ തന്നെയാണോ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ വരും, പല ചാലഞ്ചുകൾ വരും, പല വെല്ലുവിളികളും വരും. മറികടക്കാൻ നോക്കുക. മറികടന്നു കഴിഞ്ഞാൽ നമ്മൾ പാഠം പഠിക്കും. ദെൻ മുന്നോട്ടുള്ള പാഠം നമ്മൾ കാൽവെപ്പ് നടത്തുന്നു, വീണ്ടും നമ്മൾ പഠിക്കുന്നു. ഓരോ ചലഞ്ചുകളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളൊരു പാഠം പഠിക്കുകയാണ് മുന്നോട്ടുള്ള സ്റ്റെപ്പിന്. അപ്പോൾ നമുക്ക് ജീവിക്കാം. ഒന്നല്ലെങ്കിൽ സാധാരണക്കാരനെ പോലെ നമ്മുടെ വാപ്പൊക്കെ നമുക്ക് തന്ന സമ്പത്തും കൊണ്ട്, വാപ്പാൻ്റെ വണ്ടിയും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു ജീവിതം വെച്ച് നമുക്ക് പോവാം. അതല്ല, ഇനി മറിച്ച് ഐ ആം റെഡി ടു ടേക്ക് ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും. കാരണം നമ്മൾ എന്തായതാണ്, ആര് പറഞ്ഞാലും കേൾക്കാത്ത, അല്ലെങ്കിൽ എന്ത് വന്ന് ചെയ്താലും ഏത് ചലഞ്ചുകളെയും ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു സ്പെസിഫിക് ടാർഗറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഡ്രീം വിൽ കം ട്രൂ. അതെന്തായാലും നിങ്ങൾക്ക് തന്നെ എത്തിച്ചേരും. കാരണം നമ്മൾ അത്രയും നല്ലൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് എടുത്തത്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കണം, നമ്മളിനി എവിടെന്നെങ്കിലും വഴിമാറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് മോണിറ്റർ ചെയ്ത് നോക്കുക. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും എൻ്റെ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം, ഒന്ന് വ്യതിചലിച്ച് പോയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ നമ്മളിതിങ്ങനെ ചിന്തിച്ച് നോക്കണം. ഞാൻ എല്ലാ മോട്ടിവേഷനിലും പറയാറുണ്ടല്ലോ, ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്നും കാണാൻ പോണില്ല. നമ്മളതൊരു ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ ആ ഒരു മൊമെൻ്റത്തിനായിട്ട് വേണ്ടി കാത്തിരിക്കുക. അപ്പം നല്ലൊരു ലൈഫ് എന്തായാലും വരും. അത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുആയിലൊക്കെ എനിക്കൊരു ഇടം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.